പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ യാത്രാ ദുരിതം ഏറെ ചർച്ചയായതാണ്. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ ഉപരിതല ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് വിജിൻ MLA പറയുന്നത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ നമുക്ക് MLA തന്നെ ചോദിക്കാം. അതായത് ഈ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ യാത്രാ ദുരിതം നമ്മൾ കേട്ടതാണ്. നേരത്തെ തന്നെ MLA പറഞ്ഞാണ് ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന്. അപ്പൊ ഇനി പ്രവൃത്തി തുടങ്ങാൻ പോവുകയാണ്. എപ്പോഴാണ് പ്രവൃത്തി തുടങ്ങുക, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കണ്ണൂർ കാസർഗോഡ് ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് KSTP റോഡ്. 23 കിലോമീറ്ററോളം പാപ്പിനിശ്ശേരി മുതൽ യാത്ര വരെ നീണ്ടു നിൽക്കുന്ന റോഡ് ഇന്ന് ഏറ്റവും കൂടുതൽ കാരണം ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെ കൂടിയാണ്. കാരണം ഹൈവേ വഴിയേക്കാൾ കിലോമീറ്ററുകളുടെ കുറവ് KSTP റോഡിനുണ്ട്. അപ്പോൾ അതിൻ്റെ നവീകരണം വന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണ്ട് അതിൽ വളരെ ഗൗരവത്തിൽ ഇടപെട്ട് PWD മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഓഫീസും വളരെ നല്ല രീതിയിൽ പിന്തുണ കൂടി നൽകിയപ്പോൾ 18 കോടി രൂപയാണ് നമുക്ക് ആ റോഡിൻ്റെ ഉപരിതലം മിനുക്കലിന് അനുവദിച്ച് ലഭിച്ചത്. അത് നേരത്തെ തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചതാണ്. നമുക്ക് മഴയുടെ ഒരു ഘട്ടം കൂടി നമുക്കറിയാം. മെയ് 19 ആരംഭിച്ച മഴ അത് പൂർണ്ണമായും കഴിഞ്ഞ മാസത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും മഴയത്ത് ബുദ്ധിമുട്ടാകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ആരംഭിക്കാതെ നിന്നത്. ഏതായാലും നമുക്ക് ഈ ജനുവരിയിൽ തന്നെ ഇത് പൂർത്തീകരിക്കണമെന്ന ആഗ്രഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. നാളെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ യാത്ര പ്രദേശത്ത് ചെയ്യേണ്ട ഏരിയയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വൈകിട്ടോടുകൂടി തുടങ്ങാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ ഒരു ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രവൃത്തി നമ്മൾ ആരംഭിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് പോകാൻ നമുക്ക് സമയത്ത് നമ്മൾ നിൽക്കുന്നില്ല. കാരണം എത്രയും വേഗം പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ്ട് യാത്ര മുതൽ പാപ്പിനിശ്ശേരി വരെ അതിൽ ചില പോയിന്റുകളിൽ BM കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ BC കൂടിയാണ് പൂർത്തീകരിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് വിങ് കൂടുതൽ ഡാമേജ് വന്ന ഏരിയയിൽ BM BCയും ചെയ്തിട്ടാണ് ഇതിൻ്റെ നവീകരണം നടക്കുന്നത്. മറ്റ് ഏരിയകളിൽ നമുക്ക് BM നടത്തി ഉപരിതലം മിനുക്കിയിട്ട് ആണ് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. 2 പാലങ്ങളുണ്ട്. അപ്പോൾ 2 പാലങ്ങളുടെയും പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അത് അവസാനം ആണ് നമ്മൾ നിർവഹിക്കുന്നത്. അത് അടച്ചിട്ട് നിർവഹിക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പാലക്കാട് IIT കൂടി ഒരു പ്രവർത്തനം വന്ന് ഒരു വിദഗ്ധ പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. എന്നാലും ജനങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കൂടി പാലത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ഈ പ്രവൃത്തിയുടെ കൂടി ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ KSTP റോഡിൻ്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു യാത്രാ പ്രശ്നത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുകയാണ്. പാലത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2013 പാലത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. പാലക്കാട് IIT പരിശോധനയും വിദഗ്ധമായിട്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിനെ കൂടി വെച്ചുകൊണ്ട് പിന്നീട് ഗൗരവമായ ഒരു അറ്റകുറ്റപ്പണി കൂടി നടക്കേണ്ടി വരും. എങ്കിൽ പോലും ഈ പ്രവൃത്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി 2 പാലത്തിലും ഈ പ്രവൃത്തിയോട് ചേർത്ത് വെച്ച് നടത്തുന്നുണ്ട്. ഈ മേൽപ്പാലങ്ങളുടെ കാര്യം MLA പറഞ്ഞു. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് KSTP റോഡില് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ താൽക്കാലിക ഡിവൈഡറുകൾ ഉൾപ്പെടെ മാറ്റാനുള്ള നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവിലെ അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ കണ്ടത് ഈ പ്രവൃത്തിയോട് കൂടി അതുകൂടി പരിഹരിക്കാനാണ്. ഈ പ്രവൃത്തിയോട് കൂടി അതുകൂടി പരിഹരിക്കാൻ അത് കാരണം പഴയങ്ങാടിയിലെ ജനങ്ങളും വ്യാപാരികളും എല്ലാവരും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പരിഷ്കരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി വെച്ചതാണ്. അത് ഈ പ്രവൃത്തിയോടുകൂടി ആ ഭാഗങ്ങൾ കൂടി പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ KSTP റോഡിലെ പ്രധാനപ്പെട്ട 2 ടൗണുകളാണ് നമ്മുടെ പഴയങ്ങാടിയും ചെറുകുന്ന് തറയും. നേരത്തെ തന്നെ ബജറ്റ് ഹെഡിൽ 1 കോടി രൂപ വെച്ചു. MLA ഫണ്ട് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ 2 ടൗണിൻ്റെയും സൗന്ദര്യവൽക്കരണം കൂടി നടപ്പിലാക്കുകയാണ്. അത് മറ്റൊരു കരാറുകാരനാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പദ്ധതിയായിട്ട് തന്നെയാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് പൂർത്തിയാവാനാണ് നമ്മൾ കാത്തിരുന്നത്. കാരണം ഇതിൻ്റെ ടാറിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫുട്പാത്ത് ഇന്റർലോക്കും സംവിധാനങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഏതായാലും ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി കൂടി ആരംഭിച്ച് അതും വളരെ വേഗതയിൽ 2 ടൗണുകളിൽ പൂർത്തീകരിക്കുകയാണ്. യാത്രയിൽ അതിൻ്റെ പ്രവൃത്തി നേരത്തെ തന്നെ ടെൻഡർ ചെയ്ത് അതിൻ്റെ ആരംഭിച്ചിട്ടുമുണ്ട്.
അപ്പൊ എല്ലാ തരത്തിലും അതായത് KSTP റോഡിലെ താൽക്കാലിക ഡിവൈഡറുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രവൃത്തിയോടെ തന്നെ നടക്കുമെന്നാണ് MLA പറഞ്ഞത്. എന്തായാലും ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ യാത്രാ ദുരിതം പൂർണ്ണമായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.